നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ആന്റണി രാജുവിനെ ലക്ഷ്യമിട്ട് ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ സർക്കാരിന്റെ പണം പോകുന്ന ഒരു കാര്യവും താൻ ചെയ്യില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. 10 രൂപ ടിക്കറ്റ് യാത്ര തുടരില്ല എന്നാണ് ഗണേഷ് കുമാർ പറഞ്ഞിരിക്കുന്നത്. ആൾ കയറാൻ വേണ്ടി നടപ്പാക്കിയെന്നാണ് MD പറഞ്ഞതെന്നും ഊഹക്കണക്ക് പറ്റില്ലെന്നും ഗതാഗത മന്ത്രി തുറന്നടിച്ചു. കാണിക്കിടുന്ന പണം സ്വന്തം പോക്കറ്റിൽ നിന്നാകണമെന്നും മന്ത്രി പറഞ്ഞു. ആർക്കും ദോഷമുള്ള പണി മന്ത്രിമാരാരും ചെയ്യാൻ പാടില്ലെന്നും താൻ അങ്ങനെ ചെയ്യില്ലെന്നും KB ഗണേഷ് കുമാർ പറഞ്ഞു. വല്ലവരുടെയും തേങ്ങയെടുത്ത് ഗണപതിക്ക് അടിച്ചിട്ട് എന്നെ രക്ഷിക്കണേ എന്ന് പറയുന്നത് പോലെയാണെന്നും മന്ത്രി പറഞ്ഞു. ഡീസൽ വണ്ടികൾ പൂർണ്ണമായും നിർത്താനാകില്ല, ഊഹക്കണക്ക് പറ്റില്ല, സർക്കാരിന്റെ പണം പോകുന്ന ഒരു കാര്യവും താൻ ചെയ്യില്ലെന്നും ഗണേഷ് കുമാർ പറഞ്ഞു. അതേസമയം KSRTC വൈദ്യുത ബസ്സുകൾ നഷ്ടത്തിലാണെന്നും പലപ്പോഴും കിട്ടുന്നത് തുച്ഛമായ ലാഭമാണെന്നും ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ. KSRTC യൂണിയനുകളുമായുള്ള ചർച്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒരു ഇലക്ട്രിക് ബസ് വാങ്ങുന്ന തുകയ്ക്ക് 4 ഡീസൽ ബസ്സുകൾ വാങ്ങാമെന്നും മന്ത്രി KB ഗണേഷ് കുമാർ. ഇലക്ട്രിക് ബസിന്റെ പ്രയോജനകാലം കുറവാണ്. ഇലക്ട്രിക് ബസ്സുകൾ വിജയകരമായി ഉപയോഗിച്ചതിന് തെളിവില്ല. ഇലക്ട്രിക് ബസ്സുകൾ വാങ്ങുന്നതിനോട് വ്യക്തിപരമായി യോജിപ്പില്ലെന്ന് തൊഴിലാളി സംഘടനാ നേതാക്കളുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷം മന്ത്രി മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. തിരുവനന്തപുരത്ത് 10 രൂപയ്ക്ക് ഓടുന്ന ഇലക്ട്രിക് ബസ്സിന് വരുമാനമുണ്ടെങ്കിലും ലാഭമുണ്ടെന്ന് പറയാൻ പറ്റില്ല. 10 രൂപയ്ക്ക് ഓടുന്ന ബസ്സുകളിൽ കൂടുതൽ ആളുകളെ ഉൾക്കൊള്ളാനാകുന്നുമില്ല. പല റൂട്ടുകളിലും ഇലക്ട്രിക് ബസ്സിൽ ആളില്ലാത്ത അവസ്ഥയുമുണ്ട്. 10 രൂപയ്ക്ക് സർവീസ് നടത്തുന്ന ബസ്സുകളുടെ നിരക്ക് വർദ്ധിപ്പിക്കും. KSRTCയിലെ ചെലവ് കുറയ്ക്കുകയാണ് പ്രധാന ലക്ഷ്യം. സുശീൽ ഖന്ന റിപ്പോർട്ട് നടപ്പാക്കാൻ ശ്രമിക്കും. സ്റ്റോക്ക്, അക്കൗണ്ട്, പർച്ചേസ് എന്നിവയ്ക്കായി പുതിയ സോഫ്റ്റ്വെയർ നിർമ്മിക്കും. KSRTC അഡ്മിനിസ്ട്രേഷൻ കമ്പ്യൂട്ടറൈസ് ചെയ്യും. സ്വിഫ്റ്റ് കമ്പനി ലാഭത്തിലാണ്. പുതിയ ബസ്സുകൾ സ്വിഫ്റ്റിന് കീഴിൽ തന്നെയായിരിക്കും. KTDFC നിക്ഷേപകർക്ക് പണം തിരിച്ചു നൽകും. തിരുവനന്തപുരം ജില്ലയിൽ നഷ്ടത്തിലോടുന്ന റൂട്ടുകൾ കണ്ടെത്തി സമയം പുനഃക്രമീകരിക്കും. പിന്നാലെ മറ്റു ജില്ലകളിലും ചെയ്യും. വൈദ്യുത ബസ്സിന് ദീർഘദൂര സർവീസുകൾ ഇല്ലെന്നാണ് ഗണേഷിന്റെ നിലപാട്. വൈദ്യുത ബസ്സിന് 1 കോടി രൂപയ്ക്ക് അടുത്താണ് വില. ആ പണത്തിന് 4 ഡീസൽ ബസ്സുകൾ വാങ്ങാം. വൈദ്യുതി ബസ് 10 രൂപ ടിക്കറ്റിൽ മുൻപിൽ പോകുമ്പോൾ ഡീസൽ അടിക്കുന്ന KSRTC വേറൊരു നിരക്കിൽ പിന്നാലെയുമുണ്ട്. അതിന് പിന്നിൽ സ്വകാര്യ ബസ്സുണ്ട്. വൈദ്യുത ബസ് എല്ലാവരുടെയും വയറ്റത്തടിച്ചു. ഓട്ടോറിക്ഷക്കാരുടെയും വയറ്റത്തടിച്ചു. ഓട്ടോറിക്ഷക്കാരും തൊഴിലാളികളാണ്. ഒരു ഗതാഗത വകുപ്പ് മന്ത്രിയെ സംബന്ധിച്ചിടത്തോളം അവരെയും സംരക്ഷിക്കേണ്ട ബാധ്യതയുണ്ട്. ഇനി വൈദ്യുത ബസ്സുകൾ വാങ്ങുന്നതിനോട് യോജിപ്പില്ല, അതിനോട് സഹകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, ഗണേഷ് വിശദീകരിച്ചു. ബസ് വാങ്ങിയാൽ കേന്ദ്ര ഫണ്ട് വാങ്ങും. എന്നാൽ അങ്ങനെ കേന്ദ്ര ഫണ്ട് വാങ്ങി നശിപ്പിക്കുക സർക്കാരിന്റെ ലക്ഷ്യമല്ല. അതിന് താൻ ഉണ്ടാകില്ലെന്നും ഗണേഷ് പറഞ്ഞു.